ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ ഇന്നും സംസ്ഥാന വ്യാപക പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് KSU ഇന്ന് സംസ്ഥാന വ്യാപക വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ക്യാമ്പസുകളിൽ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചും KSU പ്രവർത്തകർ പ്രതിഷേധിക്കും. വിദ്യാർത്ഥികളെ കേന്ദ്രസേനയും ഡൽഹി പോലീസും മർദ്ദിച്ചതിനെതിരെ ASFും വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതേസമയം വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാകും. വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് കേന്ദ്ര സർക്കാർ ഇന്നലെ നിലപാട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച ശേഷമേ ചർച്ച നടക്കൂ എന്നാണ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ പോലും പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ 3 ദിവസങ്ങളിൽ അവസരം ലഭിച്ചിരുന്നില്ല. നിരാഹാര കിടക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില കൂടി കണക്കിലെടുത്ത് ചർച്ച നീട്ടിവെക്കാൻ കഴിയില്ല എന്നാണ് ഇരുസഭകളിലും പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ MP മാർക്കെതിരായ പോലീസ് നടപടിയും ഇന്ത്യ സഖ്യം സഭയിൽ ശക്തമായി ഉയർത്തുന്നുണ്ട്.